നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് MD വാസുദേവൻ നായർ സാറിനെ കുറിച്ചാണ്. അദ്ദേഹം ഇന്ത്യയിലെ മികച്ച എഴുത്തുകാരൻ, തിരക്കഥാകൃത്ത്, അതുപോലെ തന്നെ സിനിമാ സംവിധായകൻ എന്നീ നിലകളിൽ വളരെ പ്രശസ്തനായിരുന്നു. അദ്ദേഹം ആധുനിക ഇന്ത്യയിലെ എഴുത്തുകാരിൽ പ്രഗത്ഭനായ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യാത്മക സാഹിത്യത്തിലും അദ്ദേഹം എണ്ണം പറഞ്ഞ എഴുത്തുകാരിൽ ഒരാളായിരുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം 15 ജൂലൈ 1933 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം പാലക്കാട് ജില്ലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിന് മഹത്തായ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഭീമനെ തൻ്റെ വേറിട്ട രീതിയിൽ ചിന്തിച്ച് തൻ്റെ വായനക്കാർക്ക് വേറിട്ട രീതിയിൽ അദ്ദേഹം കാണിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. അത് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് ആയ ഒരു കഥ തന്നെയായിരുന്നു. അതിൻ്റെ പേരാണ് രണ്ടാം ഊഴം എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ എഴുത്തുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ രണ്ടാം ഊഴം, മഞ്ജു, ജ്ഞാനം, അതുപോലെ തന്നെ ധാരാളം കൃതികളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതുകൂടാതെ അദ്ദേഹത്തിന് ധാരാളം അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ കേന്ദ്ര സാഹിത്യ അക്കാദമിയും കേരള സാഹിത്യ അക്കാദമി, പിന്നെ കേരള ജ്യോതി, അതുപോലെ തന്നെ മികച്ച അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 20-ാം വയസ്സിൽ ന്യൂയോർക്ക് ടൈംസും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ ടൈംസും മാതൃഭൂമിയും ഒന്നിച്ച് ചേർന്ന് നടത്തിയ ചെറുകഥ മത്സരത്തിൽ അദ്ദേഹത്തിന് 1-ാം സ്ഥാനം ലഭിക്കുകയുണ്ടായി. അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കെമിസ്ട്രി ബിരുദം നേടിയതേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഇത്രയും മികച്ച സമ്മാനങ്ങൾ ലഭിച്ചു തുടങ്ങിയിരുന്നു. അന്നാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹത്തിന് മലയാളത്തിന് അദ്ദേഹത്തോടുള്ള ബന്ധവും എന്താണെന്ന് അദ്ദേഹം മനസ്സിലായത്. അതിനുശേഷമാണ് അദ്ദേഹം ധാരാളം എഴുതാനും അതെല്ലാം തുടങ്ങിയത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ 23-ാം വയസ്സിലാണ് പിന്നീട് അദ്ദേഹത്തിന് പ്രശസ്തമായ വേറൊരു നോവൽ പുറത്തിറങ്ങിയത്. അത് നാലുകെട്ട് എന്നാണ് അതിൻ്റെ പേര്. പിന്നീട് 1958 അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് തൻ്റെ കഥകൾക്ക് ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ഭാര്യയുടെ പേര് പ്രമീള എന്നായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ഈ എഴുതാൻ മാത്രമല്ലായിരുന്നു കഴിവ്, അദ്ദേഹത്തിന് വേറെയും പല കഴിവുകളും ഉണ്ടായിരുന്നു. അദ്ദേഹം ധാരാളം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം 7ഓളം സിനിമകളാണ് ഇതുവരെ സംവിധാനം ചെയ്തിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ അദ്ദേഹം 58ഓളം സിനിമകളുടെ തിരക്കഥയും എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് എഴുതുന്നത് എന്ന് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ഉത്തരം പറഞ്ഞതാണ്, ഞാൻ എഴുതുമ്പോൾ ഞാൻ ബാക്കിയെല്ലാം മറക്കും. എന്ന് വെച്ചാൽ ഞാൻ എഴുതുന്നതിൽ മാത്രം, അതായത് എൻ്റെ മനസ്സിലുള്ളതിൽ മാത്രമേ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ. പിന്നെ ഞാൻ എവിടെ ഇരിക്കുന്നെന്നോ ഞാൻ എവിടെയാണ് ഉള്ളതെന്നോ ഒന്നും അദ്ദേഹം ശ്രദ്ധിക്കുകയില്ല. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ഇത്രയും ചിന്തിക്കാനും ഇത്രയും എഴുതാനും സാധിക്കുന്നത്. അപ്പോൾ പിന്നെ കുറേ പ്രശസ്തരായ ആൾക്കാർ പറയുകയുണ്ടായി, ഇനി ഇങ്ങനെ ഒരു എഴുത്തുകാരൻ ഉണ്ടാവുമോ എന്നുള്ളത് സംശയം തന്നെയാണ്. കാരണം മലയാളത്തോട് ഇത്രയും മലയാളം ഇത്രയും ചേർത്ത് നിർത്തിയ ഒരു എഴുത്തുകാരൻ ഇനി ഉണ്ടാവുമോ എന്നത് സംശയം തന്നെയാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നതിൽ ഏറ്റവും മഹത്തായ ഒരു എഴുത്തുകാരൻ തന്നെയായിരുന്നു MD വാസുദേവൻ നായർ. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് പോയതിൽ വലിയ സങ്കടം തന്നെയാണ് നാടിനുണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.